നീന ഇത് നമ്മൾ എന്താ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണ്ടേ? എന്തുണ്ടേനെ ഉണ്ടാക്കണേന്ന് അറിയോ? അരിയുണ്ട. അരിയുണ്ടല്ല ഉണ്ടാക്കുന്നത്. അരിയുണ്ട പോലത്തെ ഒരു ഉണ്ടേനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത്. അരി ഉണ്ടാക്കുന്നത് അരി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ട ഉണ്ടാക്കുന്നത്. പക്ഷെ അരിയുണ്ടയല്ല ഉണ്ടാക്കുന്നത്. അരിയുണ്ട നമ്മുടെ നാട്ടിലെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള ഉണ്ടയാണ്. നിനക്ക് ഇഷ്ടമാണോ അരിയുണ്ട? അവൾക്ക് കഴിച്ചിട്ട് അങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഉണ്ടയാണ് അരിയുണ്ട. പക്ഷേ ഇത് അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ടാണ് ഈ ഉണ്ട റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അരിയാണ് വേണ്ടത്. അപ്പോൾ അമ്മ ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ ചോറിനാണ് എടുക്കുന്ന അരിയാണ് എടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കുത്തരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കുത്തരി തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കുത്തരി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തരി എടുക്കുക. കുത്തരിക്ക് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റ അരിയും കിട്ടാനില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്മതി റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാവും. കുത്തരിക്ക് പിന്നെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു നല്ല കളറൊക്കെ കിട്ടും. അപ്പോൾ അമ്മ ഇവിടെ എന്തെങ്കിലും എടുത്തേക്കുന്നത് മെഷറിംഗ് കപ്പിൽ 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കറക്റ്റ് മെഷറിംഗ് കപ്പിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലായിരുന്നാലും കുഴപ്പമില്ല. കാരണം കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കറക്റ്റ് അളവായിരിക്കണം അല്ലേ. അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് വരില്ല അല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഉണ്ടെന്ന് വെച്ചാൽ മെഷറിംഗ് കപ്പിൽ എടുക്കുക. അല്ലെങ്കിൽ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെടുക്കുക. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ എന്തോരാണ് എടുത്തേക്കുന്നത്? ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ തേങ്ങ ആയിരുന്നാലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ചേർക്കണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ചിലവർക്ക് തേങ്ങ തീരെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ചേർക്കാം. എന്നാലും കുറച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അമ്മ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കും. കാരണം എന്താ? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേറെ എന്താ വേണ്ടത്? കണ്ടൻസ് മിൽക്ക്. പിന്നെ വേണ്ടത് കണ്ടൻസ് മിൽക്കാണ് വേണ്ടത്. നമ്മൾ അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ ശർക്കരയിലല്ലേ ഉണ്ടാക്കാറ്. പക്ഷേ ഇതേപോലെ കണ്ടൻസ് മിൽക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ എന്തോരാണ് ചേർക്കണേന്നുള്ളത് ചേർക്കുന്ന സമയത്ത് പറയട്ടെ. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്താ എടുത്തേക്കുന്നത്? ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏലക്കായുടെ കുരു മാത്രമായിട്ടാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ ഈ അരി നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പൊടിച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് പൊടിച്ച് ചേർത്താലും കുഴപ്പമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. പക്ഷേ നെയ്യ് ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പക്ഷേ നെയ്യ് ചേർത്തില്ലെങ്കിലും കണ്ടൻസ് മിൽക്കൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ഇത് ടോസ്റ്റ് ചെയ്യും. ഈ അരി നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ പൊടിച്ചിട്ടെടുക്കും. ഈ തേങ്ങയെ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഉണ്ട പെട്ടെന്ന് കേടുവരും. ഇത് രണ്ടും അങ്ങോട്ട് ചൂടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കഴിഞ്ഞു. പിന്നെ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബോളാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ പാൻ ചൂടായി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നീനയുടെ പാലിലുള്ള ചെറിയ കുട്ടികളൊക്കെ കൈ ഇങ്ങനെ വെച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ കൈമേക്ക് നല്ല ചൂട് വരും അല്ലേ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താലും മതി അല്ലേ. വെള്ളം തെളിക്കുമ്പോൾ ചൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അത് തന്നെ. ഓക്കെ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. മൊത്തം ഈ അരി നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇതിങ്ങനെ മൊരിഞ്ഞ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ വരും. ചെറുതായിട്ട് ഇങ്ങനെ പെടപെടാന്ന് ഇങ്ങനെ ഒരു സൗണ്ട് വരും. പൊട്ടുന്ന സൗണ്ട് വരും. അപ്പോൾ ഇങ്ങനെ അരി നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരും. ഇങ്ങനെയൊന്നുമല്ല, നല്ല സ്പീഡിൽ ഇളക്കണം. എല്ലായിടത്തും ഇളക്കണം. അങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലായിരിക്കും അരിയുടെ എല്ലാ സൈഡും നമുക്ക് ശരിക്കും മൊരിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുത്തരി ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കണ്ട കേട്ടോ. മറ്റേ ബസ്മതി റൈസ് വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്നിപ്പോൾ ഇവിടെ പുറത്ത് നല്ല മഴയൊക്കെ കേട്ടോ. നല്ല മഴയും പിന്നെ നല്ല ഇടിവെട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അരി ഒന്നങ്ങോട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മൊരിഞ്ഞു കൊടുക്കണം. പിന്നെ അരി എല്ലാവരും നന്നായിട്ട് മൊരിയണം കേട്ടോ. ഇപ്പോൾ ചിലതെങ്ങാനും മൊരിയാണ്ട് കിടക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ട കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ അരി കടിക്കും. അപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ അരിമണിയും പൊട്ടി വരണം. ഈ പാൻ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ പാൻ്റെ ചൂട് കൊണ്ട് പിന്നെ പൊട്ടാനുള്ളതൊക്കെ പൊട്ടിക്കോളും. നമ്മുടെ അരി എല്ലാവരും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അല്ലേ. മുരിഞ്ഞിട്ടുണ്ട്.
ഇത് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് പകർന്നാണ്. അപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ വേറെ പാത്രത്തിലേക്ക് പകർത്തണം കേട്ടോ. ഇനി നമുക്ക് തേങ്ങയും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. തേങ്ങ അങ്ങോട്ട് കളർ മാറിയിട്ട് അങ്ങോട്ട് ഒരു ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് തേങ്ങ ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. ആ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത്. കാരണം തേങ്ങയിൽ വെള്ളം നനവ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ട പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കുക. അപ്പോൾ തേങ്ങയുടെ കളർ മാറരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തേങ്ങ വറുത്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വരുമല്ലോ. തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അരിയുടെ കൂടെ ഇട്ടിട്ട് തേങ്ങ എടുക്കരുത് കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്തില്ലേ? ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതും നമുക്ക് നീക്കി. എന്ത് സാധനം നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാനിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. കാരണം നമ്മൾ തീ ഓഫ് ചെയ്താലും പാൻ അത്യാവശ്യം നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല പൗഡർ പോലെ പൊടിച്ചിട്ട് എടുക്കണ്ട. ചെറുതായിട്ട് തന്നെ തരി ഉണ്ടാവണം. അപ്പോഴായിരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളതിനെ തരിയോട് കൂടിയിട്ട് പൊടിച്ചിട്ട് എടുക്കുമ്പോൾ അരി ചെല്ലാനും മുരിഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി എന്തായിരുന്നാലും കടിക്കും. അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താ കല്ല് കടിക്കുന്ന പോലെ തോന്നും നമുക്ക്. പിന്നെ നമ്മുടെ അരിയും തേങ്ങയും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇവിടേക്ക് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കാം. അപ്പോൾ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭയങ്കര നൈസ് പൗഡറായിട്ട് പൊടിച്ചിട്ട് എടുക്കണ്ട. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം അല്ലേ. കാരണം ചൂടാറണം. അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങ നല്ല മൂത്ത തേങ്ങയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിച്ചെണ്ണ വരും. അത് സാധാരണ നമ്മൾ എന്താ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പോൾ ചിലർ പറയാറുണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അതിന് വെള്ളം പോലെ ആവണമെന്ന്. അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചൂടോട് കൂടിയിട്ട് പൊടിച്ചിട്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ നേരം ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിക്കുമ്പോൾ അത് ചൂടും ഉണ്ടാവും. പിന്നെ നമ്മൾ ആ പൊടിക്കുമ്പോൾ മിക്സി ഒന്ന് ചൂടാവുമല്ലോ. അപ്പോൾ ഈ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് വെളിച്ചെണ്ണ വരുന്നതാണ്. അതിങ്ങനെ ചിലർ പറയും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളം പോലെ അങ്ങനെ ലൂസായിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എപ്പോഴും നന്നായിട്ട് ചൂടാറണം. അപ്പോൾ ഇത് നമുക്കിനി 2 ട്രിപ്പായിട്ട് പൊടിച്ചിട്ടെടുക്കാം. കാരണം അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏലക്കായും ചേർക്കാം. ഏലക്കായ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളി ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ആ മധുരം കൂടിയിട്ട് വരുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരും. ഇനി അടുത്ത ട്രിപ്പും ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. അത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരി പോലെ ഉണ്ടല്ലേ, അതേപോലെ പൊടിച്ചിട്ടിടണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഭയങ്കര നൈസ് പൗഡർ ആയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കണം. പിന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും ടിന്നുകളൊക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ തുറക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കഴുകണം കേട്ടോ. കാരണം ഇതല്ലെങ്കിൽ കുറേ സ്ഥലത്തേക്ക് വന്നിട്ടല്ലേ ഇത് വരാം. ഇതിനു മുമ്പ് ഞാനൊരെണ്ണം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു പെപ്സി എന്തോ കുടിക്കുന്ന സമയത്ത് എന്തോ എലിയുടെ എന്തോ മൂത്രം അതിൻ്റെ മുകളിലുണ്ടായിരുന്നു തോന്നും. അപ്പോൾ നമ്മളത് തുറന്നിട്ട് നമ്മളിങ്ങനെ വായ വെച്ചിട്ട് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കില്ലേ. അപ്പോൾ നമ്മുടെ വയറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആർക്കും എന്തോ കുഴപ്പം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേട്ട പിന്നെ ഞാനപ്പോൾ ഇതേപോലെ എന്ത് എടുക്കുമ്പോഴായിരുന്നാലും ഇതിൻ്റെ മോൾ ഭാഗം നന്നായിട്ട് കഴുകും. ഇതിലേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അതൊക്കെ എൻ്റെ ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഈ കണ്ടൻസ് മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കണ്ടൻസ് മിൽക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാലും പഞ്ചസാരയും മാത്രമേ ആവശ്യമുള്ളൂ. കുറച്ചുകൂടി ചേർക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആ റെസിപ്പി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൻ കണ്ടൻസ് മിൽക്ക് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ വീഡിയോ കിട്ടും. കുറച്ചുകൂടി ചേർത്തോ, അത്യാവശ്യം എന്തായാലും. കാരണം ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടണ ഒരു പരുവാവണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് തുടങ്ങണം. ഇത് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ട് നല്ലൊരു കയ്യിൽ വെച്ചിട്ട് ഉരുട്ടണ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ടിന്നെടുത്തിട്ട് ഇതിൻ്റെ ഒരു 3/4 ഭാഗമായിട്ട് ചേർത്തത്. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം അല്ലേ? ആരും ഉരുട്ടും? ഓക്കെ.
അപ്പോൾ നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കൂടെ ഒരു ചെറിയ ഉണ്ട കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ അതിൻ്റെ കൂടെ വയ്ക്കണില്ല. അപ്പോൾ എത്ര ഉണ്ട കിട്ടിയിട്ടുണ്ട്? 2, 4, 6, 8, 10, 12, 14. ഇത്രയ്ക്ക് ഇത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15 ഉണ്ട കിട്ടും കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ടേസ്റ്റ് ചെയ്യും. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ സാധനം ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടേ? ടേസ്റ്റ് ഉണ്ട്. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടാവും അല്ലേ? നല്ല മധുരമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രായമായവർക്കും നല്ല ഇഷ്ടമായിരിക്കും. ഇങ്ങനെ കഴിക്കാനൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ പ്രായമാവണ അപ്പാപ്പനോ മാമയ്ക്കൊക്കെ മധുരമുള്ള സാധനങ്ങൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ പ്രായമുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം പ്രായമാകുമ്പോൾ ഒരു വായയുടെ ടേസ്റ്റൊക്കെ കുറയുമല്ലോ. അപ്പോൾ കുറച്ച് നല്ല മധുരമുള്ള സാധനമൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.